എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണെന്ന് ഈശോ വചനത്തിലൂടെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കാം? വിശുദ്ധ കുർബാനയെക്കുറിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. കത്തോലിക്ക സഭ വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുന്ന രീതിയിലല്ല പ്രൊട്ടസ്റ്റന്റ് സഭകൾ അതിനെ മനസ്സിലാക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് സഭകളെ സംബന്ധിച്ച് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ യഥാർത്ഥമായ സാന്നിധ്യമില്ല, പ്രതീകാത്മകമായിട്ടുള്ള സാന്നിധ്യം മാത്രമേ ഉള്ളൂ. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ പറയുന്നത് എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ് എന്നാണ്. അതായത് ഈശോ പറയുന്നത് വിശുദ്ധ കുർബാന അപ്പം എൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമല്ല, മറിച്ച് എൻ്റെ ശരീരം തന്നെയാണ് എന്നാണ്. അതായത് കുർബാനയുടെ സാദൃശ്യങ്ങളായ അപ്പത്തിലും വീഞ്ഞിലും ഈശോയുടെ യഥാർത്ഥ ശരീരവും ഈശോയുടെ യഥാർത്ഥ രക്തവും സന്നിഹിതമാണ്. അതായത് ഈശോ എന്ന വ്യക്തി അതിൽ സന്നിഹിതമാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ സാദൃശ്യങ്ങളിലൂടെ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോ എന്ന വ്യക്തിയെ തന്നെയാണ് നാം സ്വീകരിക്കുന്നത്. വിശുദ്ധ കുർബാന അത് വെറും പ്രതീകമല്ല, അത് യാഥാർത്ഥ്യമാണ്. ഈശോയുടെ യഥാർത്ഥ ശരീരവും രക്തവുമാണ്.